1991 കെ കരുണാകരൻ മന്ത്രിസഭയിൽ തുറമുഖ മന്ത്രിയായിരുന്ന എം.വി. രാഘവനാണ് വിഴിഞ്ഞം പദ്ധതിയുടെ സാധ്യത പഠിക്കാൻ തീരുമാനിച്ചത്. പിന്നീട് വന്ന എല്ലാ സർക്കാരും പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. 1995 തുറമുഖത്തിനായി ഹൈദരാബാദ് ആസ്ഥാനമായ ഒരു കമ്പനി മുന്നോട്ട് വന്നെങ്കിലും കരാറായില്ല. 2004-2006 വന്ന സൂം ഡെവലപ്പേഴ്സിന് സുരക്ഷാ അനുമതി ലഭിച്ചില്ല. 2010 പദ്ധതി ലാൻഡ്ലോഡ് മാതൃകയിലാക്കാൻ LDF സർക്കാർ തീരുമാനിച്ചു. ഈ പദ്ധതിക്ക് മുദ്ര സ്പോർട്സ് വന്നെങ്കിലും സുരക്ഷാ അനുമതി ലഭിച്ചില്ല. വെൽപ്പസൺ കമ്പനി കൂടുതൽ ഗ്രാന്റ് ആവശ്യപ്പെട്ടതിനാൽ സർക്കാർ അംഗീകരിച്ചില്ല. 2013 ഇപ്പോഴത്തെ മാതൃക സ്വീകരിച്ചത്. 7527 കോടി രൂപ ചിലവ് വരുന്നതാണ് പദ്ധതിയുടെ ആദ്യഘട്ടം. 4089 കോടി രൂപയാണ് PPP ഘടകം. ഇതിൽ 2500 കോടി രൂപയാണ് അദാനി പോർട്സ് നേരിട്ട് ചിലവാക്കുക. 1630 കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ വഹിക്കും. 206 ഏക്കർ ഭൂമി ഇതിനായി ഏറ്റെടുക്കും. ഇതിൽ 40% നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിക്കും. നിർമ്മാണ പദ്ധതികളിൽ നിന്നുള്ള വരുമാനം 7ാം വർഷം മുതൽ കിട്ടിത്തുടങ്ങുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. 40 വർഷത്തേക്ക് തുറമുഖം പ്രവർത്തിക്കുന്നതിനുള്ള ലൈസൻസാണ് അദാനി പോർട്സിന് നൽകുക. തുറമുഖത്തിൽ നിന്നുള്ള വരുമാനം 15ാം വർഷം മുതൽ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ലാഭവിഹിതം 1% തുടങ്ങി ഓരോ വർഷവും 1% വീതം വർദ്ധിച്ച് 40% വരെ ലാഭവിഹിതം എത്തുമെന്നാണ് കരാർ. 18,000 TU ശേഷിയുള്ള കപ്പലുകൾക്ക് അടുക്കാൻ കഴിയുന്ന രീതിയിലാണ് തുറമുഖം നിർമ്മിക്കുന്നത്. 800 മീറ്റർ നീളമുള്ള ബർത്തും 53 ഹെക്ടർ വിസ്തൃതിയുമുള്ള യാർഡും ഉണ്ടാകും. മീഡിയ 1 തിരുവനന്തപുരം.